കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെ അറിയിച്ചതാണ് ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടാവാൻ കാരണമെന്ന് കരുതുന്നതായാണ് മഞ്ജു വാര്യരുടെ മൊഴി. ഈ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നടി കഥയില്ലാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണമെന്നും മഞ്ജുവിന്റെ മൊഴിയിലുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദിലീപ് പിന്നീട് നടിയോട് വഴക്കിട്ടതായും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. നടിയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നുവെന്നാണ് സംയുക്ത വർമ്മയുടെ മൊഴി. കാവ്യ ദിലീപ് ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് നടിയാണ്. നടിക്ക് അവസരം നിഷേധിക്കപ്പെട്ടതായും സംയുക്ത മൊഴി നൽകി. മഞ്ജു നായികയായ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടതായി കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകിയിട്ടുണ്ട്. സ്വമേധയാ പിന്മാറണമെന്നായിരുന്നു ആവശ്യം. ഇത് നിരസിച്ചതോടെ പിന്നീട് കസിൻസ് എന്ന സിനിമയിൽ തനിക്ക് അവസരം നിഷേധിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ പര്യടനത്തിന്റെ അവസാന ദിവസം ഹോട്ടൽ മുറിയിൽ കാവ്യയുമായി ദിലീപ് ഏറെ നേരം സംസാരിച്ചതിന് താൻ സാക്ഷിയാണെന്നാണ് റിമി ടോമി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കാര്യം താൻ കാവ്യയെ വിളിച്ചു പറഞ്ഞപ്പോൾ കാവ്യയുടെ പെരുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റിമി ടോമിയുടെ മൊഴിയിലുണ്ട്. എനിക്കെതിരെ പല വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിന്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും എനിക്ക് സംസാരിക്കാൻ ദൈവം ഒരു അവസരം തരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ദിവസവും ഇതെല്ലാം സഹിച്ചിരിക്കുന്നത്. എന്നെ ആർക്കും കരിവാരിത്തേക്ക് എന്നെ കല്ലെറിയാം, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കും. ശരിയായി ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, വേറെ പെണ്ണവനെ അനുഭവിക്കണ്ടായിരുന്നു. അത് അവരെ നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ. നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ നിന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. സിബിഐ അന്വേഷണ ആവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ച് വിധിയിലെ നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയെ സ്വാധീനിക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും അത് തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് സിബിഐ അന്വേഷണ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയത്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു കേസിലെ 8ാം പ്രതി നടൻ ദിലീപിന്റെ വാദം. കേസെടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്നും ദിലീപ് വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതി തള്ളി. അന്വേഷണ ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് 6 വർഷം മുൻപ് ദിലീപ് സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയത്. നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരുകയാണ്. ഈ ആഴ്ച തന്നെ വാദം പൂർത്തിയാക്കണമെന്നാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും വിചാരണ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിനിടയിലാണ് സിബിഐ അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവും. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നടക്കുന്ന ഈ ഒരു കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2017 ഫെബ്രുവരി 17 എറണാകുളത്ത് നടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. കൃത്യം നിർവഹിച്ച പൾസർ സുനി, സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി ആദ്യമായിട്ട് ജയിലിൽ നിന്ന് ജാമ്യം തേടി പുറത്തെത്തുന്നത്. എന്നാൽ ഇപ്പോഴിതാ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ കേരളക്കരയെ ഞെട്ടിക്കുകയാണ്. ദിലീപാണ് നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ തന്നതെന്നും 1.5 കോടിയാണ് വാഗ്ദാനം ചെയ്തതെന്നും സുനി പറയുകയാണ്. ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദൃശ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും സുനി വെളിപ്പെടുത്തുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷി കൂടിയാണ് അപ്പുണ്ണി. നാദൃശ ബുദ്ധിപരമായി കൈകഴുകിയെന്നാണ് പൾസർ സുനി പറയുന്നത്. പുള്ളിക്ക് പേടിയുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല, തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിലാണ് നാദൃശ നിൽക്കുന്നത്. ദിലീപിന്റെ മാനേജറായ അപ്പുണ്ണിയെ പണത്തിനായി വിളിച്ചിരുന്നു എന്നും പൾസർ സുനി വെളിപ്പെടുത്തി. വിളിച്ചപ്പോൾ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, നമുക്കൊന്നും അറിയില്ല എന്ന മട്ടിലാണ് അപ്പുണ്ണി സംസാരിച്ചതെന്നാണ് സുനി പറയുന്നത്. ഇക്കാര്യം താൻ വിജീഷിനോട് പറഞ്ഞു. ആരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാലും ഇനി അവരുടെ കാശ് വേണ്ട എന്ന് അവൻ പറഞ്ഞു. നീ അത് വേണ്ടെന്ന് വെച്ചേക്ക് എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ വരെ തീരുമാനിച്ചതാണ്. താനും പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ പണം പോട്ടെ എന്ന്. അന്ന് പുള്ളിയോടുള്ള ദേഷ്യവും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതൊക്കെ കൂടി വന്ന് ഭ്രാന്ത് പിടിച്ചു. നമുക്ക് കോടതിയിൽ പറയാം എന്നൊക്കെയാണ് വിജീഷ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്വേഷണത്തിലൂടെ ഓരോന്ന് ചികഞ്ഞ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കിയില്ല. തന്നോട് പോലീസ് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇതിന് പിന്നിൽ അയാളല്ലേ എന്ന്. അപ്പോഴൊക്കെ അയാളോ എന്ന് പറഞ്ഞ് താൻ ഒഴിവാക്കി വിട്ടതാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചൊക്കെ ചോദിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചതി പറ്റിയത്. അതിനുശേഷമാണ് ആ ഒരു കത്ത് വരെ എഴുതിയത്. ഒരു വാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോലീസ് ശ്രമിക്കുമ്പോഴും അയാളെ അത്ര സേഫാക്കി. പോലീസ് ഇടിച്ചിട്ടും പറഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യം പറഞ്ഞ് അപ്പുണ്ണിയുമായി തെറ്റിയതാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. കുറച്ച് നിങ്ങൾ കാത്തിരിക്കെ, നിങ്ങൾ ഇറങ്ങിയിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് ഒന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഇവരൊക്കെയല്ലേ ഞാൻ വിളിക്കുന്നത്. ഇത്രയൊക്കെ ഇവരെ സേഫ് ആക്കിയിട്ടും ഇവരിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോകില്ലേ. അപ്പുണ്ണി സംസാരിക്കുമ്പോൾ ദിലീപ് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടാകും. അല്ലാതെ സ്വന്തം തീരുമാനപ്രകാരം അപ്പുണ്ണി അങ്ങനെ പറയില്ല. അപ്പുണ്ണിയുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് ദിലീപേട്ടന്റേതുമായിരിക്കും. അത് അപ്പുണ്ണിയാണ് മാനേജ് ചെയ്യുന്നത്. അത് മഞ്ജു വാര്യർക്കും അറിയില്ല, കാവ്യയ്ക്കും അറിയില്ല എന്ന് പൾസർ സുനി പറഞ്ഞു.
ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമവാദം കേൾക്കാനിരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനാകുന്നത്. പൾസർ സുനിക്ക് കർശന വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യവും അനുവദിച്ചത്. വിചാരണ കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത്, സിം വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം, 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്നും കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാരും വാദിച്ചു. എന്നാൽ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യം തേടി 10 തവണയാണ് സുനി മേൽക്കോടതിയെ സമീപിച്ചത്. 6 തവണ ഹൈക്കോടതിയിലും 4 തവണ സുപ്രീം കോടതിയിലും ഹർജി നൽകി. ഈ സമയത്തെല്ലാം സുനിക്ക് വേണ്ടി ഹാജരായത് പ്രമുഖരായ അഭിഭാഷകരായിരുന്നു. നേരത്തെ തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് സുനിക്ക് ഹൈക്കോടതി 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. ഒരു ജാമ്യ ഹർജി തള്ളി 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പിഴ ചുമത്തിയത്. തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ സാമ്പത്തിക സഹായവുമായി ആരോ കർട്ടന് പിന്നിലുണ്ട് എന്നുള്ളത് കോടതിയും അഭിപ്രായപ്പെട്ടതാണ്. 7 വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം 10 തവണയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. 2 തവണ സുപ്രീം കോടതിയും സമീപിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നത്. സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല എന്നും മറ്റാരോ പിന്നിലുണ്ട് എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ തന്നെ ഗൂഢാലോചനയുണ്ടെന്നുള്ള ആരോപണമുണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു ജാമ്യ ഹർജി തള്ളിയാൽ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലേ വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്യാവൂ എന്നാണ് നിയമം. പൾസർ സുനി ഏപ്രിൽ 16 ഫയൽ ചെയ്ത ജാമ്യ ഹർജി മെയ് 20 തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ മെയ് 23 വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതാണ് കോടതിയെ ചൊടിപ്പിച്ചതും. അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് വിഷയം പരിശോധിച്ചാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പിഴ തുക അടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഷീന ബോറ വധക്കേസിൽ ഇന്ദ്രാണി മുഖർജിക്ക് വേണ്ടി ഹാജരാകുന്ന മുംബൈയിലെ പ്രമുഖ അഭിഭാഷകരായ സന റയീസ് ഖാൻ ആണ് പൾസർ സുനിക്ക് വേണ്ടി എത്തിയതും. പൾസർ സുനിക്ക് വേണ്ടി സന റയീസ് ഖാൻ ഹാജരായി എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തും എത്തിയിരുന്നത്. കേസ് നടത്താൻ പോലും പൈസ ഇല്ല എന്ന് പറയുന്ന പൾസർ സുനിക്ക് വേണ്ടി ഇത്രയും പ്രമുഖ അഭിഭാഷക എങ്ങനെ ഹാജരായി എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. സുനിക്ക് പിന്നിൽ ഏതോ വമ്പൻ ശക്തി ഉണ്ടെന്നതും എന്നാൽ അത് ദിലീപ് ആകാൻ സാധ്യതയില്ല എന്നുമൊക്കെയായിരുന്നു അന്നത്തെ സോഷ്യൽ മീഡിയ സംശയങ്ങളുമെല്ലാം. ഇന്നും പലരും ഇതേ സംശയങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നതും. കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിന് നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭക്ഷണം വൈകിയെന്ന് ആരോപിച്ചായിരുന്നു സുനിയുടെ അതിക്രമം. അതിന് പിന്നാലെ സുനി ജാമ്യത്തിലിറങ്ങിയ ശേഷം നടത്തിയ ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. ജാമ്യത്തിലിറങ്ങിയ ശേഷം ആഡംബര കാറിലായിരുന്നു സുനിയുടെ സഞ്ചാരം. എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഈ ഒരു കാർ. ഇത് പണയത്തിനെടുത്തതാണ് എന്നാണ് ഹോട്ടൽ അതിക്രമ കേസിൽ അറസ്റ്റിലായപ്പോൾ സുനി പോലീസിന് നൽകിയിരുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. 2.5 ലക്ഷം രൂപ പണയത്തിനാണ് കാർ വാടകയ്ക്കെടുത്തത്. ഇതിനു വേണ്ടി അമ്മയെ കൊണ്ട് ലോൺ എടുപ്പിച്ചു എന്നാണ് സുനി പറയുന്നത്. പുറത്തിറങ്ങിയ ശേഷം സുനി കൂടുതലും വാട്സപ്പ് കോളുകളാണ് ചെയ്തിരുന്നത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനിയുടെ പണമിടപാട് സംബന്ധിച്ച വിശദാംശങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സുനിയെ ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ശേഷം സുനിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. പുറത്തിറങ്ങിയെങ്കിലും സുനിയെ നിരീക്ഷിക്കാനാണ് പോലീസിന്റെ ഈ ഒരു തീരുമാനം. അതേസമയം ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിൽ കൂടി ഉൾപ്പെട്ടതുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും. ഇതിനായിട്ടുള്ള വിചാരണ കോടതിയാണ് അന്വേഷണ സംഘം സമീപിക്കുക. 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടതും ഷൂട്ടിങ്ങിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിന് പിന്നിൽ വാഹനമെടുപ്പിച്ച് നിർത്തുകയും അതിക്രമിച്ച് കയറി ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ്. നടൻ ദിലീപ് ഈ ഒരു കേസിലെ 8ാം പ്രതിയാണ്.